ഹായ്, ഇത് നമുക്ക് 16ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇവിടെ 16ാമത്തെ ക്വസ്റ്റിനെ കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ്. അപ്പൊ കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിലെ 2ാമത്തെ ക്വസ്റ്റൻ ആണ് ഈ പേപ്പറിൽ ചോദിക്കുന്നത്. നമ്മൾ നോക്കാം. ഇവിടെ എന്താ ഈസ് ആൻ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഈ എന്നൊരു എലിപ്സ് ഉണ്ട്. എലിപ്സ് ആരാ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്താ 1 ആണ്. ദെൻ എച്ച് ഒരു ഹൈപ്പർബോളയാണ്. ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എ ബി ഒക്കെ വലുതാണെങ്കിൽ ഓഫ് കോഴ്സ് ടൈപ്പ് 1 എന്താണ് എലിപ്സ് ആണ്, നമുക്കറിയാം. ഓക്കെ, പിന്നെ എന്താ ഹൈപ്പർബോൾ ആരാ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്. അപ്പൊ എലിപ്സ് ഉണ്ട്, ഹൈപ്പർബോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ രണ്ടും കൂടി ഒരുമിച്ചായി അലമ്പാക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഹൈപ്പർബോളെ കുറിച്ച് ഇവിടെ എഴുതാനേ. ഹൈപ്പർബോൾ എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്താണ് 1 ആണ്. ഇതാണ് ഹൈപ്പർബോള. ഓക്കെ, ഇതെന്താ? Let the distance between the foci of ellipse and the foci of hyperbola is 2√3. ഹൈപ്പർബോളയുടെയും എലിപ്സിന്റെയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസി എന്താ 2√3 അല്ലെ. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈപ്പർബോള ആണെങ്കിലും എലിപ്സ് ആണെങ്കിലും രണ്ട് ഫോക്കസ് തമ്മിൽ ഡിസ്റ്റൻസ് 2c അല്ലെ. അപ്പൊ ഇവിടെ 2 ഞാൻ സ്മോൾ സി ആക്കി എടുത്തു, അതിന്റെ പേര് എന്താ 2√3 അല്ലെ. ഇവിടെ ഞാൻ 2 ക്യാപിറ്റൽ സി ആക്കി എടുത്തു, അതെന്താണ് 2√3. രണ്ട് കേസിലും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസി 2√3 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസി രണ്ട് കേസിലും 2c ആണ്. അപ്പൊ 2√3 അല്ലെ. അപ്പൊ 2 × 2 സി എന്താ √3 അല്ലെ. അപ്പൊ ഇവിടെയും സി എന്താ √3 അല്ലെ. അപ്പൊ സി ക്യാപിറ്റൽ സിയും സ്മോൾ സി ആയി മാറിയാലും വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം രണ്ടിന്റെ വാല്യൂ എന്താണ് സെയിം ആണ്. അതൊക്കെ. ഇനി എന്താ പറയുന്നത്? സ്മോൾ എ മൈനസ് ക്യാപിറ്റൽ എ എന്താ 2 ആണ്. ഓക്കെ, ദ റേഷ്യോ ഓഫ് എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സ് ആൻഡ് ഹൈപ്പർബോള എന്താ 1/3 ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ ആണ്. എന്താണ്? എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സ് ഡിവൈഡ് ബൈ എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള, അതിന്റെ വാല്യൂ എന്താണ് 1/3. അവിടെ എലിപ്സ് ആണെങ്കിലും ഹൈപ്പർബോള ആണെങ്കിലും എക്സെൻട്രിസിറ്റി കാണുന്ന ഇക്വേഷൻ c/a അല്ലേ. അപ്പൊ എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാലേ c/, സ്മോൾ എ അല്ലെ. ഹൈപ്പർബോള എക്സെൻട്രിസിറ്റി എന്താ? ഇവിടെ ക്യാപിറ്റൽ സിയും ക്യാപിറ്റൽ എ അല്ലെ, ബൈ ഈക്വൽ എന്താ 1/3. പിന്നെ ഈ കേസിൽ സ്മോൾ സിയും ക്യാപിറ്റൽ സിയും സെയിം അല്ലേ, എത്രയാ √3 അല്ലേ. അപ്പൊ സിയും കട്ട് ചെയ്യാം. പിന്നെ എന്തിനാ ഇത് മുകളിൽ a/a ഈക്വൽ എന്താണ് 1/3 അല്ലെ. അപ്പൊ നിങ്ങോട്ട് എന്തായി 3 ക്യാപിറ്റൽ എ ഈക്വൽ സ്മോൾ എ അല്ലേ അല്ലെ. അപ്പൊ 3 ക്യാപിറ്റൽ എ ഈക്വൽ സ്മോൾ എ ആണെങ്കിലേ അത് ഇവിടെ അപ്ലൈ ചെയ്താല് സ്മോൾ എ മൈനസ് എ 2 അല്ലേ. അപ്പൊ സ്മോൾ എ എന്ന് പറഞ്ഞാൽ 3 ക്യാപിറ്റൽ എ അല്ലേ. അപ്പൊ ഈ സ്മോൾ എക്ക് പകരം എന്ത് കൊടുക്കുക? 3a മൈനസ് എ ഈക്വൽ 2 അല്ലേ. അപ്പൊ 2a എന്താ 2. അപ്പൊ ക്യാപിറ്റൽ എ എന്ത് കിട്ടി? 1 കിട്ടി അല്ലെ. സോ ക്യാപിറ്റൽ എ 1 ആണ്. സോ ക്യാപിറ്റൽ എ എന്താണ് 1 ആണ് അല്ലെ. അങ്ങനെ സ്മോൾ എ എന്താ? സ്മോൾ എ 3a അല്ലേ. അപ്പൊ 3 × 1 എന്താ 3. അത് ഓക്കെ. ഓക്കെ, ഇനി എന്താ നമുക്ക് കാണുന്നത്? സം ഓഫ് ദ ലെങ്ത് ഓഫ് ദർ ലാറ്റസ്റ്റ് റെക്ടം. ലാറ്റസ്റ്റ് റെക്ടത്തിന്റെ ലെങ്ത്തിന്റെ സം കാണും അല്ലെ. അതായത് അവിടെ എലിപ്സിന്റെ ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്ടം 2b² അല്ലേ അല്ലെ. ഹൈപ്പർബോളയും 2b² അല്ല. പക്ഷെ ഇവിടെ എയും ബിയും ക്യാപിറ്റൽ ആയതുകൊണ്ട് എന്താ ഹൈപ്പർ വരിക? 2b² ക്യാപിറ്റൽ എ അല്ലെ. അവിടെ ഇവിടെ ക്യാപിറ്റൽ എയും സ്മോൾ എയും കിട്ടി എനിക്ക് അല്ലെ. അപ്പൊ ഈ രണ്ടാളെ കിട്ടി. ഇനി എന്ത് കിട്ടി മതി? സ്മോൾ ബിയും ക്യാപിറ്റൽ ബിയും കിട്ടിയ പരിപാടി കഴിഞ്ഞില്ലേ. അതെങ്ങനെ കിട്ടുക? അത് വളരെ ഈസിയാണ്. ഞാനേ എലിപ്സിന്റെ കേസ് ഇവിടെ ഇതാണ്. ആ എലിപ്സിന്റെ കേസിൽ എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താ? a² = b² + c² അല്ലേ അല്ലെ. അപ്പൊ സ്മോൾ എ എന്താ 3 അല്ലേ ഇവിടെ. അപ്പൊ a² 3² 9 ആയില്ലേ അല്ലെ. ബി അറിയൂല, സോ b² + c². c √3 അല്ലേ. സ്ക്വയർ എന്താ 3. ആ b² എന്താ 9 - 3 6 അല്ലേ അല്ലെ. അപ്പൊ b² എന്ത് കിട്ടി 6. അപ്പൊ എന്തായി മാറി 2 × b² 6 അല്ലേ ബൈ സ്മോൾ എ ആരാ 3. അത് ഓക്കെ. പ്ലസ് ഇനി എന്ത് വേണം? ക്യാപിറ്റൽ b² വേണ്ടേ അല്ലെ. എടാ ക്യാപിറ്റൽ ബി എന്തിന്റെയാണ്? ഹൈപ്പർബോളിന്റെ അല്ലേ. എടാ ഹൈപ്പർബോളിന്റെ എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താ? നിങ്ങൾക്ക് അറിയാം, a² + b² = c² അല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് a² ഹിയർ? a1 അല്ലേ, ക്യാപിറ്റൽ a1 അല്ലേ. സോ 1². b² അറിയൂല. c² c3 √3 അല്ലേ, സ്ക്വയർ 3. b² എന്താടാ 3 - 1 2 ആയി. അതും കിട്ടി അല്ലെ. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് 2 × b² ആരാ 2. അപ്പൊ ക്യാപിറ്റൽ a1 അല്ലേ. അങ്ങനെ ഇത് രണ്ടും പോയാൽ ഇത് 2 ആയി. അപ്പൊ എന്താ 2 × 2 4 അല്ലേ. സൺസിസ് 4 + 4 എത്രയാ 8 ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നല്ല ക്വസ്റ്റൻ ആണ്. വലിയ സംഭവമൊന്നുമല്ല, നമുക്ക് അറിയുന്ന ഐഡിയാസ് മാത്രം ഉപയോഗിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത ടൈപ്പ് തന്നെയാണ്, വളരെ ഈസിയാണ്. ഓക്കെ.